ഹായ് എവരി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. ഞാൻ ഐശ്വര്യ. സോ നമ്മുടെ RRC ഗ്രൂപ്പ് ഡി അല്ലേ, നമ്മളെല്ലാവരും ഒരുപാട് എക്സ്പെക്റ്റേഷനോട് കൂടി കാത്തിരിക്കുന്ന 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് പോലും എഴുതാൻ പറ്റുന്ന നമ്മുടെ റെയിൽവേയുടെ എക്സാമാണ് RRC ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ വർഷം 2024 തുടക്കത്തിൽ തന്നെ ഈ വർഷം റെയിൽവേ നടത്താൻ ഉദ്ദേശിക്കുന്ന എല്ലാ എക്സാംസിൻ്റെയും അതുപോലെ തന്നെ ആ എക്സാംസ് ഏതൊക്കെ സമയത്താണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു കാലണ്ടർ അവർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാലണ്ടറിൽ മെൻഷൻ ചെയ്തിരുന്നത് പോലെ തന്നെ ALP എക്സാംസ് കഴിഞ്ഞു, RPF എക്സാംസ് കഴിഞ്ഞു, അതുപോലെ തന്നെ JEE എക്സാംസ് വരാൻ പോകുന്നു അല്ലേ. അപ്പോൾ ഇനി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ആ കാലണ്ടറിൽ മെൻഷൻ ചെയ്തിരുന്നത് ഒക്ടോബറിനും ഡിസംബറിനും ഇടയിൽ നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വരുമെന്നായിരുന്നു. അപ്പോൾ അതാ ഡിസംബർ മാസം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വരുന്ന ആഴ്ചകൾ തന്നെ അല്ലേ, 1-2 ആഴ്ചയകത്ത് തന്നെ നമുക്ക് ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മാത്രമല്ല റെയിൽവേ അടുത്ത 2025 കലണ്ടറും പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കലണ്ടറിലും എന്ത് പറയുന്നുണ്ട്, ഏകദേശം അടുത്ത വർഷം ഈ സമയമാകുമ്പോഴേക്കും ഗ്രൂപ്പ് ഡി എക്സാംസ് നടക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വർഷത്തെ എക്സാംസിൻ്റെ എല്ലാ പ്രൊസീജിയറും ആ സമയത്തിന് മുന്നേ തീർക്കേണ്ടതുള്ളത് കൊണ്ട് ഉറപ്പായിട്ടും ഡിസംബർ മാസത്തിൽ തന്നെ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം, RRC ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അപ്പോൾ ഗ്രൂപ്പ് ഡി എക്സാംസിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ സാലറിയും കാര്യങ്ങളും ഒക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം, ഇൻ കേസ് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് ഡി എക്സാം എന്ന് പറയുന്നത് ലെവൽ 1 പോസ്റ്റുകളിലേക്ക് നടത്തുന്ന എക്സാം ആണ്. ഇപ്രാവശ്യത്തെ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടില്ല, പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം എക്സാംസ് നടന്ന നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ ALP എക്സാംസ് ഒക്കെ ജാനുവരി ആ സമയത്തെ നോട്ടിഫിക്കേഷൻ വന്നതാണ് അല്ലേ. അത് കഴിഞ്ഞ് ഒരുപാട് ലേറ്റ് ആയിട്ടാണ്, ഒരു ജൂൺ ജൂലൈ ആ സമയത്തിന് ശേഷമാണ് നമ്മുടെ JEE എക്സാംസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത്. പക്ഷേ എക്സാം നടത്തുന്ന സമയത്ത് എന്ത് സംഭവിച്ചു, ഈ എല്ലാ എക്സാമും ഒരു 40 ദിവസം ഗ്യാപ്പിൽ നടത്തിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ട്രെൻഡ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ NTPC എക്സാംസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഓൾറെഡി ഒരു 2 മാസം മുന്നേ തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷനും വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഈ എക്സാംസ് വളരെ പെട്ടെന്ന് ഒരു 4 മാസം അല്ലെങ്കിൽ 5 മാസത്തിൽ ഒന്നിച്ച് നടക്കാനുള്ളൊരു സാധ്യത അല്ലെ, ഒരു ഏപ്രിൽ മെയ് സമയത്ത് ഈ എക്സാംസ് എല്ലാം തന്നെ നടക്കാനുള്ളൊരു സാധ്യത നമ്മുടെ ഫ്രണ്ടിലുണ്ട്. അപ്പോൾ അത് മുന്നിൽ കണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ എക്സാംസിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ നമ്മൾ എത്രയും പെട്ടെന്ന് ഗ്രൂപ്പ് ഡി എക്സാംസിൻ്റെ ഡീറ്റെയിൽസ് അറിയുക, അതിന് വേണ്ടിയിട്ട് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ലെവൽ 1 പോസ്റ്റ് ആണ്. ലെവൽ 1 പോസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഇൻഹാൻസ് സാലറി 30,000 രൂപയേക്കാൾ കൂടുതൽ വരും കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ തന്നെ 30,000 പ്ലസ് ഇൻഹാൻസ് സാലറി നിങ്ങൾക്ക് കിട്ടും. അത് കൂടാതെ നിങ്ങൾക്ക് കാര്യമായ അലവൻസുകൾ ഉണ്ടാവും അല്ലേ. പിന്നെ റെയിൽവേ തരുന്ന എല്ലാ എല്ലാ എക്സ്ട്രാ അലവൻസുകളും നിങ്ങൾക്ക് കിട്ടും. അതായത് ഇപ്പോൾ യൂണിഫോം അലവൻസ് കിട്ടും, ദീപാവലി അലവൻസ് കിട്ടും, നിങ്ങൾക്ക് ലൈക്ക് റെയിൽവേയുടെ ക്വാർട്ടേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ. നിങ്ങൾക്കൊരു അസുഖമുണ്ടെങ്കിൽ അതിനുള്ള ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ്, ട്രാവൽ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ റെയിൽവേ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും ത്രൂ ഔട്ട്. പോരാത്തതിന് ഇൻഹാൻസ് സാലറിയും നിങ്ങൾക്ക് 30,000 പ്ലസ് ഉണ്ടാവും. അപ്പോൾ 10th അല്ലെങ്കിൽ ITI ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് വേണ്ടിയിട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഈ എക്സാം വന്നിട്ടുള്ളത്. ഇപ്രാവശ്യവും നമ്മൾ അങ്ങനെ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. കുറച്ച് പോസ്റ്റുകൾ 10th ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും കുറച്ച് പോസ്റ്റുകൾ ITI, കുറച്ച് പോസ്റ്റുകൾ ഇത് രണ്ടും കമ്പൈൻ ചെയ്ത്. ഇതിൽ കൂടുതൽ കുറച്ച് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ITI മാത്രം, ലൈക്ക് ITI ഉള്ളവർക്ക് മാത്രമേ ഗ്രൂപ്പ് ഡി എഴുതാൻ പറ്റൂ, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമോ എന്ന് കുറച്ച് കൺഫ്യൂഷൻസ് കാണുന്നുണ്ട്. നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരാതെ കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ മനസ്സിൽ വെക്കുക, അതിനുള്ള സാധ്യത വളരെ കുറവാണ്. 10th ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ആണെങ്കിൽ 10th അതുപോലെ തന്നെ ITIയും ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ 10th മാത്രമുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരുപാട് പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ റേഷ്യോയിൽ വ്യത്യാസം വരുമെന്നല്ലാതെ ITI മാത്രം ഉള്ളവർക്ക് മാത്രം അപ്ലൈ ചെയ്യുക എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. നിങ്ങളിപ്പോൾ അത് വിചാരിക്കേണ്ട. നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നുണ്ടെങ്കിൽ പഠിച്ചു തുടങ്ങുക, നോട്ടിഫിക്കേഷൻ അതിൻ്റെ സമയത്ത് വന്നോട്ടെ, അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം 17ഓളം പോസ്റ്റുകളാണ് ഈ RRC ഗ്രൂപ്പ് ഡിയുടെ കീഴിൽ വന്നത്. 1.5 ലക്ഷത്തോളം വേക്കൻസീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യവും നമ്മൾ അത്രത്തോളം വേക്കൻസി സത്യം പറഞ്ഞാൽ എക്സാം നടന്നിട്ടൊരു 4 to 5 years ആയി. അപ്പോൾ
അത്രത്തോളം വേക്കൻസീസ് തന്നെ വരേണ്ടതാണ്. അഥവാ വേക്കൻസി കുറഞ്ഞാൽ പോലും നമുക്ക് 1 ലക്ഷത്തോളം വേക്കൻസീസ് അവിടെ എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നമ്മൾ അത് ഒരു വലിയ നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് മുന്നിൽ കണ്ടുകൊണ്ട് പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. എല്ലാ കാര്യങ്ങളും അനുകൂലമായതിനു ശേഷം നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ബാക്കിലായി പോകും കേട്ടോ. അപ്പോൾ ഈ എക്സാമിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സിനും 33 വയസ്സിനും ഇടയിലാണ്. 18 to 33 ഇയേഴ്സ് ഇടയിലുള്ള ആൾക്കാരാണ് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ യോഗ്യരായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, കഴിഞ്ഞ എല്ലാ റെയിൽവേയുടെ എക്സാംസിനും നമ്മുടെ കൊറോണയും പാൻഡമിക്കും ഒക്കെ പ്രമാണിച്ചിട്ട് 3 വർഷം ആ സമയത്ത് ലാഗായ ഒരു ഏജ് ലിമിറ്റൊക്കെ ഒന്ന് നോർമലൈസ് ചെയ്യാൻ വേണ്ടി 3 വർഷം എല്ലാവർക്കും ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ നോട്ടിഫിക്കേഷനിൽ വരികയാണെങ്കിൽ 18 വയസ്സിനും 36 വയസ്സിനും ഇടയിലുള്ള ആൾക്കാർക്ക്, ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് തന്നെ ഈ എക്സാംസിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. 36 വയസ്സെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഒട്ടുമിക്ക എല്ലാ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിനും നിങ്ങൾ ഏജ് ഓവർ ആയിട്ടുള്ള ആളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ എക്സാംസിന് വേണ്ടിയിട്ട് വളരെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനും ഈ എക്സാംസിന് അപ്ലൈ ചെയ്യാനും അത് എഴുതാനും നിങ്ങൾക്ക് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എക്സാമിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോവാം. അപ്പോൾ ഈ എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം നിങ്ങൾക്ക് 100 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഈ 100 ക്വസ്റ്റ്യൻസിൽ ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വെച്ചിട്ടാണ് കിട്ടുക. മൊത്തം എക്സാം എഴുതാൻ വേണ്ടിയിട്ട് 1.5 മണിക്കൂർ അല്ലെങ്കിൽ 90 മിനിറ്റ് സമയമാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുക. നമ്മുടെ SSC എക്സാംസ് ഒക്കെ എന്ന് പറയുമ്പോൾ 60 മിനിറ്റിൽ 100 ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്. അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ആക്ച്വലി നമുക്ക് സമയം വളരെ കൂടുതലാണ്. 1.5 മണിക്കൂറിലാണ് നമുക്ക് 100 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യേണ്ടത്. നെഗറ്റീവ് മാർക്കിംഗ് കൊണ്ട് ഒരു ക്വസ്റ്റ്യന് 1/3 മാർക്ക് നിങ്ങൾ തെറ്റാണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ 1/3 മാർക്ക് നെഗറ്റീവ് മാർക്കിംഗ് ആയിട്ട് പോകും. ഇനി ക്വസ്റ്റ്യൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ സയൻസിൽ നിന്നും 25 ക്വസ്റ്റ്യൻസ്, വളരെ നല്ല സയൻസ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു എക്സാമാണ് ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത്. നിങ്ങൾ നല്ലോണം പഠിക്കണം അല്ലേ. നമുക്ക് ഇപ്പോൾ 10ാം ക്ലാസ് ലെവലായിട്ടുള്ള ഒരു പരീക്ഷയാണെന്ന് വിചാരിച്ച് പഠിക്കാതെ പോയി ഈ പരീക്ഷ എഴുതാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ ഫ്രണ്ടിലില്ല. നമ്മൾ 36 വയസ്സ് വരെ ഏജ് ഉള്ളവർക്കും എഴുതാൻ പറ്റാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ 33 വയസ്സ് വരെ ഉള്ളവർക്ക് ഉറപ്പായിട്ടും ഇത് എഴുതാൻ പറ്റുമെന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ 18നും 33നും ഇടയിലുള്ള എല്ലാ ആൾക്കാരും ഈ പരീക്ഷയിലേക്ക് ഉറ്റുനോക്കുന്നുണ്ട്. കാരണം ഇത് അവർ വളരെ നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ എല്ലാവരുടെയും കൂടെ ഇതൊരു മത്സര പരീക്ഷയാണ്. നിങ്ങൾ മത്സരിച്ച് മുന്നിൽ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ജോലി കിട്ടത്തുള്ളൂ അല്ലേ. അല്ലാതെ ജസ്റ്റ് നമ്മൾ ജയിക്കേണ്ട ഒരു പരീക്ഷയല്ല, ഇത് മത്സര പരീക്ഷയാണ്. സയൻസിലൊക്കെ ഏറ്റവും നല്ല ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിച്ചു കണ്ടിട്ടുള്ളത് ഗ്രൂപ്പ് ഡിക്കാണ്. അപ്പോൾ 25 ക്വസ്റ്റ്യൻസ് ഗ്രൂപ്പ് ഡി സയൻസിൽ നിന്ന് ചോദിക്കും. മാത്സിൽ നിന്ന് 25 ക്വസ്റ്റ്യൻസ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 30 ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ജനറൽ അവയർനെസ്സും കറണ്ട് അഫയേഴ്സും കൂടെ 20 ക്വസ്റ്റ്യൻസ്. നമ്മൾ കഴിഞ്ഞ RPF ALP എക്സാംസ് നോക്കുകയാണെങ്കിൽ 2022 മുതൽ 2024 വരെയുള്ള കറണ്ട് അഫയേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റാറ്റിക് GKയിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സയൻസിൽ നിന്നും നല്ല ക്വസ്റ്റ്യൻസ്, ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മാത്സും റീസണിങ്ങും കഴിഞ്ഞ എക്സാമുകൾക്ക് നോർമൽ ലെവലിലായിരുന്നു. അങ്ങനെ വലിയ ബുദ്ധിമുട്ട് എന്നുള്ള രീതിയിലല്ല, നോർമൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നത്. ഒരുവിധം പഠിക്കുന്ന ആൾക്കാർക്ക് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന നോർമൽ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് സയൻസിൽ നിന്ന് ഇപ്പോൾ കഴിഞ്ഞ റെയിൽവേ എക്സാംസിന് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ തന്നെയായിരിക്കും നമ്മുടെ എക്സാംസ് പോകുന്നതെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. നിങ്ങൾ ഗ്രൂപ്പ് ഡിക്ക് പഠിച്ചു തുടങ്ങുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡിയുടെ കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. വരുന്ന 11-ാം തീയതി മുതലായിരിക്കും നമ്മൾ പുതിയ ഗ്രൂപ്പ് ഡി കോഴ്സ് ലോഞ്ച് ചെയ്യുന്നത്. ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് മാത്സ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, കറണ്ട് അഫയേഴ്സ് ആയിക്കോട്ടെ എല്ലാം എടുത്തു തരുന്ന ഒരു ബാച്ച് ആയിരിക്കും ഇത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ്, ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം കേട്ടോ. 8075753676 8075753676 അല്ലാന്നുണ്ടെങ്കിൽ 7012615062 ഈ 2 നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങൾക്ക് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കാം. വളരെ ചെറിയ ഫീസിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈവ് ക്ലാസ്സുകളായിരിക്കും. നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യും. ലൈവ് ക്ലാസ്സിൻ്റെ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡിയുടെ മാത്രമല്ല ഇപ്പോൾ നടന്ന ബാക്കി റെയിൽവേ എക്സാംസിൻ്റെ പാറ്റേണും ഒക്കെ അനലൈസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്കൊന്ന് കൺസിഡർ ചെയ്യാം. നമുക്ക് ബാക്ക് ടു അവർ ടോപ്പിക്കിലേക്ക് വരാം. കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം 17 പോസ്റ്റുകളിലേക്കാണ് ഈ എക്സാംസ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ അവരുടെ നോട്ടിഫിക്കേഷനിൽ നിന്ന് ഡയറക്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തതാണ്.
അസിസ്റ്റൻറ്റ് വർക്ക്ഷോപ്പ്, അസിസ്റ്റൻറ്റ് ബ്രിഡ്ജ്, അസിസ്റ്റൻറ്റ് C&W തുടങ്ങി ഒരുപാട് പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ പോസ്റ്റിൻ്റെയും ക്വാളിഫിക്കേഷൻ ഡിഫറൻ്റ് ആണ്. അത് നിങ്ങൾക്ക് ഇപ്രാവശ്യം നോട്ടിഫിക്കേഷൻ വരുമ്പോഴും ഏകദേശം ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കുമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. വലിയ വ്യത്യാസങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നിങ്ങളുടെ ക്വാളിഫിക്കേഷനും പോസ്റ്റിൻ്റെ കാര്യങ്ങളും നോക്കിയിട്ട് ആ സമയത്ത് അപ്ലൈ ചെയ്യാം. പക്ഷേ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങണം. നിങ്ങൾക്ക് 10ാം ക്ലാസ് യോഗ്യതയുള്ള ഒരാളാണെങ്കിൽ പോലും നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ് ഇതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ഗ്രൂപ്പ് D ആണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇതിനെ കളയരുത്. കാരണം ഇപ്പോൾ നമ്മുടെ കേരള PSC ഒക്കെ ആണെങ്കിൽ ഒരു LD ക്ലർക്കിന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സാലറി നിങ്ങൾക്ക് ഈ ബേസിക് ആയിട്ടുള്ള റെയിൽവേയുടെ ഗ്രൂപ്പ് D ജോലി ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിൽ വേണം. അടുത്ത സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. നമ്മുടെ NTPC ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ NTPCക്ക് ആണെങ്കിൽ നമുക്ക് 2 ടയർ എക്സാം ഉണ്ട്. ഇവിടെയാണെങ്കിൽ ഒറ്റ ടെസ്റ്റേ ഉള്ളൂ, ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റേ ഉള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവും. ഇതിൻ്റെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് കുറച്ച് ഡിഫറൻ്റ് ആണ്. അത് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്തു തരാം. എങ്ങനെയായിരിക്കും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, നിങ്ങൾ എപ്പോൾ മുതൽ പ്രിപ്പയർ ചെയ്യണം തുടങ്ങിയ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ എന്തായാലും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അത് ക്വാളിഫൈ ചെയ്യുന്ന ആൾക്കാർക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് അതിനുശേഷം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സ് വഴിയാണ് നിങ്ങൾക്ക് ഈ ജോലിയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് പറ്റുക. ഒരുപാട് വേക്കൻസീസ് വരുന്ന ഒരു ജോലിയാണ് ഇതെന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിൽ വെക്കുക. നിങ്ങൾ നോട്ടിഫിക്കേഷൻ വന്ന് എല്ലാം ഓക്കെ ആയതിനു ശേഷം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കരുത്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ നമുക്ക് വരുത്താം. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുവരെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ യൂട്യൂബിലായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസ്സസ് ഉടനെ ഗ്രൂപ്പ് ഇടത് തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അത് തരും. നിങ്ങൾ കുറച്ചും കൂടെ എന്താ പറയുക, നല്ല രീതിയിൽ പഠിക്കണം, അല്ലെങ്കിൽ കുറച്ചും കൂടെ എന്താ പറയുക, കുറച്ചുകൂടെ സമയം അല്ലേ. യൂട്യൂബിൽ ഇപ്പോൾ ഒരു വീഡിയോ ആണെങ്കിൽ ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് ഉണ്ടാവും. ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെയ്ഡ് കോഴ്സിനെ പറ്റിയിട്ടും ആലോചിക്കാം. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഫോൺ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഡീറ്റെയിൽസും കൂടെ പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി അതൊന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ കംഫർട്ടബിൾ അവിടെ നിന്ന് നിങ്ങൾ പഠിക്കുക. ടെക്സ്റ്റ് ബുക്കുകൾ വാങ്ങിച്ച് ഡയറക്റ്റ് പഠിക്കാൻ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. എന്തായാലും നിങ്ങളുടെ പ്രിപ്പറേഷനിൽ നിങ്ങൾ ഒരിക്കലും ലാഗ് ആവുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. സോ ഹാവ് എ നൈസ് ടൈം, ഹാപ്പി ലേണിംഗ്, ബൈ.